വിശദമായ വാർത്തകൾ നോക്കാം. സൗദിക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. എണ്ണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്നുണ്ടായ അഗ്നിബാധ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂത്തി ഭീകരവാദികൾ ഏറ്റെടുത്തു. കിഴക്കൻ പ്രവിശ്യയിലെ സൗദി അരാംകോ എണ്ണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണമുണ്ടായത്. അരാംകോയുടെ 2 കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് ഈ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ തീപിടുത്തമുണ്ടായെങ്കിലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ദമാമിനടുത്ത അബ്ഖൈക്ക് പ്ലാന്റ്, ഖുറൈസ് എണ്ണപ്പാടം എന്നിവയ്ക്ക് നേരെ 10 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ സംഭരണ വിതരണ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഖുറൈസ് എണ്ണപ്പാടത്ത് 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. 2 കോടി ബാരൽ ക്രൂഡ് ഓയിലിന്റെ ശേഖരം ഇവിടെയുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂത്തി ഭീകരവാദികൾ ഏറ്റെടുത്തു. സംഭവത്തെ അമേരിക്ക, UAE, ബഹ്റൈൻ, കുവൈത്ത്, പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, പലസ്തീൻ, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. OICയും യമനിലെ UN പ്രതിനിധിയും ആക്രമണത്തെ അപലപിച്ചു. സൗദിക്ക് നേരെ തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തുന്ന ഹൂത്തികൾ എണ്ണ വിതരണ സംവിധാനങ്ങൾക്ക് നേരെ മുമ്പും ആക്രമണം നടത്തിയിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കുവൈറ്റിലെത്തി. ഇന്ന് വൈകിട്ട് സാൽമിയ മില്ലേനിയം ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. നാളെയാണ് ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുന്നത്. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അടക്കമുള്ള നിരവധി നേതാക്കളുമായും മന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. UAEയിലെ ഏറ്റവും മികച്ച സർക്കാർ ഓഫീസുകളുടെയും മോശം ഓഫീസുകളുടെയും പട്ടിക വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. രാജ്യത്തെ 600ഓളം സർക്കാർ സേവന കേന്ദ്രങ്ങളുടെ സമഗ്ര പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തിയാണ് അദ്ദേഹം ശനിയാഴ്ച പ്രഖ്യാപനം നടത്തിയത്. തെറ്റുകൾ തിരുത്താൻ സ്വയം വിലയിരുത്തൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം വിലയിരുത്തി മോശമായതും നല്ല പ്രകടനം കാഴ്ചവെച്ചതുമായ സ്ഥാപനങ്ങളെ പ്രഖ്യാപിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരെ ഉടനടി മാറ്റിയിട്ടുണ്ട്. പകരം ഇവിടങ്ങളിൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നറിയുന്ന ആളുകളെ നിയമിച്ചതായും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓഫീസുകളിലുള്ളവർക്ക് 2 മാസത്തെ അധിക ശമ്പളം ബോണസായി നൽകും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഫുജേറ സെന്റർ, വിദ്യാഭ്യാസ മന്ത്രാലയം അജ്മാൻ സെന്റർ, ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് അജ്മാൻ സെന്റർ, ആഭ്യന്തര മന്ത്രാലയം വാസിദ് പോലീസ് സ്റ്റേഷൻ ഷാർജ, ഷെയ്ഖ് സായിദ് ഹൗസിംഗ് പ്രോഗ്രാം, റാസൽ ഖൈമ സെന്റർ എന്നിവയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 സ്ഥാപനങ്ങൾ. എമിറേറ്റ്സ് പോസ്റ്റ് ഗ്രൂപ്പ് അൽ ഖാൻ ഷാർജ സെന്റർ, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അൽ മുഹൈസ്ന സെന്റർ ഫോർ പ്രിവെന്റീവ് മെഡിസിൻ ദുബായ്, ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി ഷാർജ സെന്റർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മിനിസ്ട്രി സോഷ്യൽ അഫയേഴ്സ് അബുദാബി ബനിയാസ് സെന്റർ, മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം ഫുജേറ സെന്റർ എന്നിവയാണ് മോശം പ്രകടനം കാഴ്ചവെച്ചവ. ഐശ്വര്യ, 24 ദുബായ്. വിദേശികളുടെ ഉടമസ്ഥതയിൽ സൗദിയിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ 1 മാസത്തെ സമയം മതിയെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. വിദേശ നിക്ഷേപങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ ഏറെ സുതാര്യമാണ്. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ബിനാമി ബിസിനസ് തുടച്ചു നീക്കാനാണ് നീക്കം. നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയതോടെ സൗദിയിൽ വിദേശ നിക്ഷേപങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. 3 മാസത്തിനിടെ 29 ഇന്ത്യൻ കമ്പനികൾ വിദേശ നിക്ഷേപത്തിനുള്ള ലൈസൻസ് കരസ്ഥമാക്കി. ബിനാമി ബിസിനസ്സുകൾക്ക് കടിഞ്ഞാണിടാൻ പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ് സൗദി. ഈ പശ്ചാത്തലത്തിൽ സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിൽ സ്ഥാപനങ്ങൾ നടത്തുകയാണ് വിദേശികൾക്ക് സുരക്ഷിതമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. CR അവരെ ഇൻകോർപ്പറേഷൻ ലൈസൻസ്, ഇപ്പോൾ ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ ഇൻകോർപ്പറേഷൻ ലൈസൻസ്, മെമ്മോറാണ്ടം ആർട്ടിക്കിൾ ആ കമ്പനിയുടെ, അവരുടെ ലാസ്റ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റ്, ഇത്രയും 3 ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് 100% ഫോറിനറുടെ പേരിലോ അതല്ലെങ്കിൽ ഒരു ഏത് സൗദി പാർട്ട്ണറെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു സൗദി പാർട്ട്ണറെയും കൂടെ ആഡ് ചെയ്തിട്ടോ നിങ്ങളുടെ സ്ഥാപനം നിങ്ങളെ പേരിൽ തുടങ്ങാനുള്ള സൗകര്യം ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. 1 മാസം കൊണ്ട് ഞങ്ങളെപ്പോലുള്ള കമ്പനികൾ തന്നെ ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്, ലൈസൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ട്രേഡിംഗ് മേഖലയിലെ നിക്ഷേപത്തിന് 3 കോടി റിയാലും സർവീസ് മാനുഫാക്ചറിംഗ് മേഖലകളിലെ നിക്ഷേപത്തിന് 5 ലക്ഷം റിയാലുമാണ് സാജിയ ആവശ്യപ്പെടുന്ന ക്യാപിറ്റൽ. നെറ്റ് പ്രോഫിറ്റിന്റെ 20% ടാക്സ് അടയ്ക്കേണ്ടത്.
നിലവിൽ സൗദികളുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ സ്വന്തം പേരിലേക്ക് മാറ്റാനും വിദേശികൾക്ക് ഇതുവഴി സാധിക്കും. ചുരുങ്ങിയത് 3 വർഷം വിദേശത്ത് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമേ സൗദിയിൽ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ജലീൽ കടമകലം, 24 ജിദ്ദ. ദുബായ് അൽ യലായിസ് സ്ട്രീറ്റിലെ വാഹനശേഷി മണിക്കൂറിൽ 20,000 വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കി RTA. അൽ യലായിസ് അൽ അസായൽ സ്ട്രീറ്റ്സ് വികസന പദ്ധതി പൂർത്തിയാക്കിയതോടെയാണ് ഈ സൗകര്യം നിലവിൽ വന്നതെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഷെയ്ഖ് സായിദ് റോഡിനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയെന്ന് RTA പ്രതിനിധി അറിയിച്ചു. അൽ അസായൽ സ്ട്രീറ്റ്സ് വികസന പദ്ധതി നിലവിൽ വന്നതോടെ ദുബായ് അൽ യലായി സ്ട്രീറ്റിലെ വാഹനശേഷി മണിക്കൂറിൽ 20,000 വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഒരുങ്ങിയിട്ടുണ്ട്. അൽ ഖൈൽ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ്, എമിറേറ്റ്സ് റോഡ് എന്നിവയ്ക്ക് സമാന്തരമായുള്ള പ്രധാന പാതയാണിത്. പദ്ധതി പ്രവർത്തനം ആരംഭിച്ചതോടെ ഷെയ്ഖ് സായിദ് റോഡിനും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും ഇടയ്ക്കുള്ള യാത്രാസമയം ഏകദേശം 4 മിനിറ്റ് കുറയുമെന്ന് ദുബായ് RTA ചെയർമാൻ മതാർ അൽ തായർ പറഞ്ഞു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പുതിയ പദ്ധതി പൂർത്തിയാക്കിയതെന്നും അധികൃതർ അറിയിച്ചു. ഐശ്വര്യ, 24, ദുബായ്. അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിൽ റോബോട്ടിക് ലാബ് ആരംഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടാക്കൂർ മുൾചന്ദാനി റോബോട്ടിക് ലാബ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റെം എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ നൽകി വരുന്നുണ്ടെങ്കിലും ഇതിനായി സ്കൂളിൽ ലബോറട്ടറി സജ്ജമാക്കിയത് ഈയിടെയാണ്. അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിൽ ഇതാദ്യമായി റോബോട്ടിക് ലബോറട്ടറി ആരംഭിച്ചു. നൂതന സാങ്കേതിക വിദ്യകളിലേക്കുള്ള വിദ്യാർത്ഥികളെ നയിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിയെന്ന് പ്രിൻസിപ്പൽ ഠാക്കൂർ മുൾചന്ദാനി ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 24നോട് പറഞ്ഞു. I really appreciate the hard work shown by my teachers for the inauguration of this lab. Our children who have been so creative and innovative and dynamic in taking part in various robotic competitions and IT-based competitions, and it's a wonderful time. ശാസ്ത്രം, ഗണിതം, സാങ്കേതികം, എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ അവഗാഹമുള്ള കുട്ടികളെയാണ് റോബോട്ടിക് പഠനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി. കിവി ടെക്നോളജീസ് ആണ് ഇവർക്ക് ആവശ്യമായ സ്റ്റെം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സ്മാർട്ട് ടൂൾ ഗേറ്റ് തയ്യാറാക്കിയത് കിരൺ, ക്രിസ്റ്റോ, സുഹൃത്ത്, ദർശൻ എന്നിവർ ചേർന്നുകൊണ്ടാണ്. പേപ്പർ ഫ്ലൈറ്റ് ലോഞ്ചർ, ദൂരം അളക്കാനുള്ള ഉപകരണം, സ്മാർട്ട് മാലിന്യപ്പെട്ടി, ഫേസ് ഡിറ്റക്ഷൻ തുടങ്ങി വിദ്യാർത്ഥികൾ കണ്ടെത്തിയ നൂതന പദ്ധതികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഠാക്കൂർ മുൾചന്ദാനി പറഞ്ഞു. കിവി ടെക്നോളജി CEO മിഖായൽ ഷോണർബർഗ് എന്നിവരും പങ്കെടുത്തു. 24 അബുദാബി. 1.5 വർഷത്തിലേറെയായി ശമ്പളം മുടങ്ങിയ തൊഴിലാളികൾക്ക് ഓണാഘോഷമൊരുക്കി UAE ഇന്ത്യൻ എംബസി. തിരുവോണ ദിനത്തിലാണ് അബുദാബി മുസഫയിലെ അൽ വസീദ എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനിയിലെ 200ഓളം തൊഴിലാളികൾക്ക് എംബസിയുടെ അപ്രതീക്ഷിത ഓണസമ്മാനം. തിരുവോണ ദിനത്തിൽ 1.5 വർഷത്തിലേറെയായി ശമ്പളം മുടങ്ങിയ തൊഴിലാളികൾക്ക് ഓണാഘോഷം ഒരുക്കിക്കൊണ്ട് UAE ഇന്ത്യൻ എംബസി. ഇന്ത്യൻ പീപ്പിൾസ് ഫോറവുമായി സഹകരിച്ചുകൊണ്ടാണ് എംബസി പരിപാടി സംഘടിപ്പിച്ചത്. അബുദാബി മുസഫയിലെ അൽ വസീദ എമിറേറ്റ്സ് കേറ്ററിംഗ് കമ്പനിയിലെ 100 മലയാളികളടക്കമുള്ള 200ഓളം തൊഴിലാളികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വളരെ നാളുകളായി ആഘോഷങ്ങളില്ലാതിരുന്ന തൊഴിലാളികൾക്ക് അപ്രതീക്ഷിത സമ്മാനമായി എംബസി ഒരുക്കിയ ഓണാഘോഷം. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സ്മിത പന്ത് നിലവിളക്ക് കൊളുത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. We will sit together, we will celebrate together, we will eat together. And I also would like to take this opportunity to thank the members of the Indian community for helping us organize this wonderful festival. We can feel the spirit and the essence of the festival here in Abu Dhabi. So, Onam Asam Sagal once again. Thank you. കമ്മ്യൂണിറ്റി ഫസ്റ്റ് സെക്രട്ടറി പൂജ വർണേക്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും IPF ഭാരവാഹികളും പരിപാടിയുടെ ഭാഗമായി. 24 അബുദാബി. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന് കീഴിൽ ഇത്തവണ വോളണ്ടിയർ സേവനം ചെയ്തവരെ ആദരിച്ചു. ഫോറം ചെയർമാൻ നസീർ വാവക്കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അബ്ബാസ് ചെമ്പൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വോളണ്ടിയർമാർ ചടങ്ങിൽ അനുസ്മരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 100 കണക്കിന് വോളണ്ടിയർമാരാണ് ഈ വർഷം ഹജ്ജ് സേവനം ചെയ്തത്. ഹാപ്പിനെസ് ഡേയുടെ ഭാഗമായി ദുബായ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഫോഴ്സ് ഓഫീസർ മുഹമ്മദ് സുലൈമാൻ ഹസൻ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. UAE ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രങ്ങൾ, ഓയിൽ പെയിന്റ്, ആക്രിലിക് പെയിന്റ് ഉൾപ്പെടെ 28ഓളം പെയിന്റിങ്ങുകൾ
ചിത്ര പ്രദർശനത്തിലുണ്ട്. ചിത്രങ്ങൾക്ക് പിന്നിൽ പയ്യന്നൂർ സ്വദേശി സജാദ്, ശ്രീമ അനിൽ എന്നിവരാണ്. 7 പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ആർട്ട് എക്സിബിഷൻ 10 ദിവസം നീണ്ടുനിൽക്കും. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരം നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അൽറായ് ബ്രാഞ്ചിൽ നടന്ന പൂക്കള മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. നിരവധി എൻട്രി കൂപ്പണുകളിൽ നിന്ന് നറുക്കിട്ടാണ് 10 ടീമുകളെ തിരഞ്ഞെടുത്തത്. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. സമൂഹത്തിന്റെ നാനാതുരയിലുള്ള നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. 24 കുവൈറ്റ്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉത്തേജന പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ. കയറ്റുമതി, പാർപ്പിട നിർമ്മാണം, ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള വായ്പകൾ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നിവയിലൂന്നിയ പാക്കേജുകളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ടെക്സ്റ്റൈൽ കയറ്റുമതി മേഖല ലക്ഷ്യം വെച്ച് 70,000-ഓളം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നിർമ്മല സീതാരാമൻ. ഇതിനായി 36,000 മുതൽ 68,000 കോടി രൂപ വരെ റിസർവ് ബാങ്ക് അനുവദിക്കും. സംരംഭകർക്ക് നൽകുന്ന വായ്പകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും. കയറ്റുമതിക്ക് പുതിയ നികുതി ഘടന. 2020 ജനുവരി 1 മുതൽ നികുതി ഘടന മാറും. സ്വതന്ത്ര വ്യാപാര നയമാണ് സർക്കാർ ലക്ഷ്യം. ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ സമിതിയെ നിയോഗിക്കും. Transport and marketing assistance which was given was also taken up from 5th of March. Schemes for the rebate, which is the ROSCTL, had obtained cabinet approval for the garments and particular segments within the textiles. പാർപ്പിട പദ്ധതികൾക്കായി 10,000 കോടി രൂപ നീക്കിവെക്കും. ഇതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണർവുണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാതൃകയിൽ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കും. അടുത്ത മാർച്ച് മാസത്തോടെ രാജ്യത്തെ 4 നഗരങ്ങളിലായി ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ നടക്കും. പൊതുമേഖലാ ബാങ്കുകൾ വഴി കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 19 പൊതുമേഖലാ ബാങ്കുകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രാജ്യത്തിന്റെ സമ്പദ്ഘടനയെന്നും അവർ കൂട്ടിച്ചേർത്തു. 24 ഡൽഹി. സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി മറികടക്കാനുതകുന്ന ഒരു പദ്ധതി പോലും കേന്ദ്രം പ്രഖ്യാപിക്കുന്നില്ലെന്ന് കോൺഗ്രസ്. BJPക്കും മന്ത്രിമാർക്കും ദിശാബോധം നഷ്ടപ്പെട്ടെന്നും കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ പ്രതികരിച്ചു. കേന്ദ്രം സാമ്പത്തിക നയം തിരുത്താതെ സമ്പദ്വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്ര ശ്രമമെന്നും ആരോപിച്ചു. നിരാശാജനകം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാർത്താസമ്മേളനത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സമ്പദ്വ്യവസ്ഥയെ കരകയറ്റാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ വിദൂര സ്വപ്നം മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ പറഞ്ഞു. केवल निराशा नहीं, भय का वातावरण देश में है. लोगों में जो हमारी व्यवस्था है उसके प्रति विश्वास टूट रहा है. പണപ്പെരുപ്പമല്ല, വിലക്കയറ്റമാണെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. ചില നിർദ്ദേശങ്ങളും തോമസ് ഐസക് മുന്നോട്ട് വെച്ചു. കേന്ദ്ര സർക്കാർ നീക്കിവെക്കുന്ന പണത്തിൽ നോൺ ലാപ്സബിൾ ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കാം. കേരളത്തിലെ SC/ST വകുപ്പിന് വേണ്ടി മാറ്റിവെക്കുന്ന പണം നോൺ ലാപ്സബിളാണ്. ലാപ്സ് ചെയ്യില്ല. ചിലവാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം അതുണ്ടാവും. അപ്പോൾ അതുപോലെ ഫിനാൻസ് കമ്മീഷന്റെ അംഗീകാരവും ശുപാർശയൊന്നും വേണ്ട ചെയ്യാനായി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ വിഹിതം വെട്ടിക്കുറയ്ക്കാനും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. 24 ഡൽഹി. മരടിലെ കണ്ണീർ. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഫ്ളാറ്റ് ഉടമകളുടെ സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ കക്ഷികൾ. സർക്കാർ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ ഫ്ളാറ്റിലെ താമസക്കാർക്ക് കുടിയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഫ്ളാറ്റിന് മുന്നിൽ ഉടമകളുടെ റിലേ നിരാഹാര സമരം ഇന്ന് വൈകിട്ട് തുടങ്ങി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ താമസമൊഴിയണമെന്ന മരട് നഗരസഭയുടെ നോട്ടീസ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് സമരം ശക്തമാക്കി ഫ്ളാറ്റ് ഉടമകൾ ധർണ നടത്തുന്നത്. CPM, കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമരക്കാരെ സന്ദർശിച്ചു. സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്നും കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം.
സർക്കാർ ഇടപെട്ട ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. പിന്നീട് സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് മുന്നിൽ ഫ്ളാറ്റ് ഉടമകൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. മുനിസിപ്പാലിറ്റി സമയോചിതമായ തീരുമാനമെടുത്ത് ഈ ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ തടയേണ്ടതിന് പകരം അവർ മൗനാനുവാദം കൊടുത്തതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഈ ബിൽഡിംഗ് ഇത്രയും കൂറ്റൻ പൊക്കത്തിൽ കെട്ടിപ്പൊക്കിയത്. ഫ്ളാറ്റിലെ താമസക്കാർക്കൊപ്പമാണ് CPM എന്നും വിഷയത്തിൽ നിയമപരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും കോടിയേരി പറഞ്ഞു. സർക്കാർ നിയമപരമായി സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ആയതുകൊണ്ട് അതിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന തുടർ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിൽ ഗവൺമെൻറ് മേൽ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതാണ്. തുടർന്ന് നടത്തിയ CPMന്റെ നേതൃത്വത്തിലുള്ള ധർണ കോടിയേരി ഉദ്ഘാടനം ചെയ്തു. ഫ്ളാറ്റ് പൊളിക്കാനെത്തിയാൽ അവരെ തടയുമെന്ന് സമരപരിപാടിക്ക് അധ്യക്ഷത വഹിച്ച സ്ഥലം MLA M സ്വരാജ് പറഞ്ഞു. ഇത് പൊളിക്കാൻ ആരെങ്കിലും വന്നാൽ, ഇവിടെ നിന്നും കുടിയിറക്കാൻ വന്നാൽ നമ്മൾ ഒരുമിച്ചാണ് തടയുക. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. 24 കൊച്ചി. മരടിലെ ഫ്ളാറ്റ് പൊളിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന കാര്യം ആലോചനയിലെന്ന് ഗവർണർ. ഉടമകളുടെ പ്രശ്നത്തിൽ ആശങ്കയുണ്ടെന്നും സുപ്രീം കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. And if I feel greatly concerned, then certainly something must be going on in my mind, how to get this issue, this crisis resolved. But it will not be proper for me to say anything because the matter is sub judice. It is before a bench of the Honorable Supreme Court. BJP സർക്കാരിന്റെ ഒരു രാജ്യം ഒരു ഭാഷ മുദ്രാവാക്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഹിന്ദി ദിനത്തിലാണ് ഹിന്ദി ഭാഷയ്ക്കായി വാദിച്ച് അമിത്ഷാ രംഗത്തെത്തിയത്. വ്യാപകമായി സംസാരിക്കുന്ന ഹിന്ദി ഭാഷയ്ക്ക് രാജ്യത്തെ ഐക്യപ്പെടുത്താൻ കഴിയുമെന്ന അമിത്ഷായുടെ പ്രസ്താവനയെ ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. കർണാടകയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. രാജ്യത്തിന്റെ ഏകതയെ കുറിക്കാൻ ഒരു ഭാഷ ആവശ്യമാണെന്നും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഹിന്ദിക്ക് അതിന് കഴിയുമെന്നുമായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. രാജ്യത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്താൻ ഏതെങ്കിലും ഭാഷയ്ക്ക് കഴിയുമെങ്കിൽ അത് ഹിന്ദിക്കായിരിക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ മാതൃഭാഷയോടൊപ്പം ഹിന്ദി ഉപയോഗിക്കുന്നത് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. दूरदर्शितापूर्वक गहन अवलोकन कर चिंतन कर जब वो एक निर्णय पर पहुंचे तो पूरी संविधान सभा ने सर्वानुमत से हिंदी को राजभाषा के रूप में स्वीकार करने का निर्णय. അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാജ്യത്തിന്റെ വൈവിധ്യം ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അമിത്ഷാ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ BJP തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും എന്നും വൻ ഭീഷണിയാണെന്ന് ആരോപിച്ചു. அமித்ஷா அவருடைய ட்விட்டரில் வெளிவந்திருக்கக்கூடிய செய்தி அதிர்ச்சி அடையத்தக்கக்கூடிய வகையில் அமைந்திருக்கிறது. ஆக இந்தியாவினுடைய ஒருமைப்பாட்டிற்கு குந்தகம் விளைவிக்கக்கூடிய வகையில் ഇത് നിശ്ചയமாக அமையும். ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് രാജ്യത്തെ ഐക്യപ്പെടുത്തില്ലെന്ന് പുതുച്ചേരി മുഖ്യമന്ത്രി V. നാരായണസ്വാമി പ്രതികരിച്ചു. കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ, മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി എന്നിവരും അമിത്ഷായുടെ പ്രസ്താവനയെ വിമർശിച്ചു. 24 ഡൽഹി. ഗതാഗത നിയമലംഘനത്തിലുള്ള ഉയർന്ന പിഴയിൽ ഇളവ് ഒറ്റത്തവണ മാത്രം നൽകിയാൽ മതിയെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. നിയമലംഘനം വീണ്ടും ആവർത്തിച്ചാൽ ഉയർന്ന പിഴത്തുക ഈടാക്കണം. പിഴ ഈടാക്കാൻ ജില്ലകൾ തോറും മൊബൈൽ കോടതി പുനഃസ്ഥാപിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോട്ടോർ വാഹന നിയമലംഘനത്തിന് പിടിക്കപ്പെടുന്നതിൽ പകുതി പേരും പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് പുതിയ നിർദ്ദേശം നൽകിയത്. ഒരേ കുറ്റം എത്ര തവണ ആവർത്തിച്ചാലും ഒരേ തുകയായിരുന്നു ഇതുവരെ പിഴ. എന്നാൽ പുതിയ ഭേദഗതിയിലെ ഉയർന്ന പിഴത്തുക പകുതിയാക്കുന്നതോടെ ഈ രീതിക്ക് മാറ്റം വരും. മോട്ടോർ വാഹന നിയമലംഘനം നടത്തിയാൽ ആദ്യ തവണ മാത്രമേ കുറഞ്ഞ പിഴയുണ്ടാവുകയുള്ളൂ. നിയമലംഘനം ആവർത്തിച്ചാൽ പുതിയ ഭേദഗതി നിയമത്തിലെ ഏറ്റവും ഉയർന്ന തുക തന്നെ അടയ്ക്കണം. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് തന്നെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ആ സംസാരവും അത്തരത്തിലൊരു യോഗമുണ്ടെങ്കിൽ ആ യോഗവും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കൂടി പരിശോധിക്കാതെ മുമ്പോട്ട് പോകുന്നത് ഒരു യുക്തിസഹമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അന്തിമമായ ഒരു നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമേ പുതുക്കിയ രൂപത്തിലുള്ള പിഴ ഈടാക്കുന്ന നടപടിയുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇൻഡിക്കേറ്റർ ഇടാതിരിക്കുന്നതുൾപ്പെടെ ചെറിയ പിഴവുകൾ, കണ്ടക്ടർമാർ ടിക്കറ്റ് നൽകാതിരിക്കുക, ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ ഉപയോഗം, ശാരീരിക അവസ്ഥകൾക്കിടെയുള്ള ഡ്രൈവിംഗ്, അന്തരീക്ഷ മലിനീകരണം എന്നീ 5 വകുപ്പുകൾക്ക് പിഴത്തുക കുറയ്ക്കുന്നതിൽ തടസ്സമില്ല. കോടതിയിൽ പോയാൽ
പിഴത്തുക കൊടുക്കാൻ കാലതാമസമുണ്ടെന്നിരിക്കെ എല്ലാ ജില്ലകളിലും മൊബൈൽ കോടതി പുനഃസ്ഥാപിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിഴത്തുക കുറയ്ക്കുന്നതിനുള്ള വിജ്ഞാപനത്തിന്റെ കരട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കി തുടങ്ങി. 24 തിരുവനന്തപുരം. തൃശൂരിൽ പുലിയിറക്കം. മടകൾ പൊളിച്ചെത്തിയ പുലിക്കൂട്ടം സ്വരാജ് റൗണ്ടിനെ കീഴടക്കി മേളത്തിനൊപ്പം ചുവടുവെച്ചപ്പോൾ ആസ്വാദകരുടെ ആവേശം വാനോളം ഉയർന്നു. 6 ദേശങ്ങളിൽ നിന്നായി 300ഓളം പുലികളാണ് തൃശൂർ നഗരത്തിന്റെ മനം നിറച്ച് ചുവടുവെച്ചത്. തൃക്കുമാരകുടം ദേശം തുറന്നുവിട്ട പുലികളാണ് ആദ്യം സ്വരാജ് റൗണ്ടിലേക്ക് ചീറിയെത്തിയത്. പിന്നെ 5 ദേശത്തെ പുലികൾ കൂടി സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാനെത്തി. നിശ്ചല ദൃശ്യങ്ങളും പുലിക്കൊട്ടും അകമ്പടിയേകിയ പുലിക്കളിക്കൊപ്പം കണ്ടു നിന്നവരും ചുവടുവെച്ചു. സ്വരാജ് റൗണ്ടിനെ വലം വെച്ച പുലികൾ മടകളിലേക്ക് മടങ്ങുന്നതോടെ സാംസ്കാരിക തലസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്കും പരിസമാപ്തിയായി. ഇനി കാത്തിരിപ്പാണ്. വർദ്ധിത വീര്യത്തോടെ മട പൊളിച്ച് അടുത്ത വർഷവും പുലിക്കൂട്ടമെത്തുന്നതിനായി. ടീം 24 തൃശൂർ. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.